പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റാണ്. Not for profit organizations prepare balance sheet for ascertaining the financial position. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ്സ് പ്രിപ്പറേഷൻ ഈസ് ഓൺ ദ സെയിം പാറ്റേൺ ആസ് ദാറ്റ് ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റീസ്. ബിസിനസ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ അസറ്റുകളുണ്ട്, എത്ര രൂപയുടെ അസറ്റുകളുണ്ട്, ഏതൊക്കെ ലയബിലിറ്റീസ് ആണുള്ളത്, എത്രയാണ് ക്യാപിറ്റൽ ഫണ്ട് വരുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഒരു ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് പരിചയപ്പെടാം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ആദ്യം രേഖപ്പെടുത്തേണ്ടത് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. അതിനോടുകൂടെ ഈ വർഷം കിട്ടിയിട്ടുള്ള സർപ്ലസ് ആഡ് ചെയ്യണം. ഡെഫിസിറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസിൽ നിന്നും ഡെഫിസിറ്റ് ഡിഡക്ട് ചെയ്യണം. ആഡ് ക്യാപിറ്റലൈസ്ഡ് ഇൻകം ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം കിട്ടിയിട്ടുള്ള റെസിപ്റ്റുകളിൽ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള റെസിപ്റ്റുകളെല്ലാം ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഗസീസ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ്. ഇത്തരത്തിൽ ക്യാപിറ്റൽ ഫണ്ടിന് വർദ്ധിക്കാൻ കാരണമാകുന്ന ഏതൊക്കെ റെസിപ്റ്റുകൾ കിട്ടിയിട്ടുണ്ടോ അത്തരം റെസിപ്റ്റുകളെല്ലാം ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം. നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഐറ്റാണ് സ്പെഷ്യൽ ഫണ്ട് ഓർ ഡൊണേഷൻ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി കളക്ട് ചെയ്യുന്ന ഫണ്ടാണ്, സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കിട്ടുന്ന ഫണ്ടാണ് സ്പെഷ്യൽ ഫണ്ട് ഓർ ഡൊണേഷൻ. ഇത്തരത്തിൽ ഫണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ലയബിലിറ്റി സൈഡിൽ പ്രത്യേകം കാണിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ഫണ്ട്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫണ്ടായിട്ട് പൊതുജനങ്ങളിൽ നിന്നും മെമ്പർമാരിൽ നിന്നും പണം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ പ്രത്യേകം ഫണ്ടായിട്ട് കാണിക്കണം. അത് കാണിക്കുന്ന സമയത്ത് ആദ്യം എഴുതേണ്ടത് ആ ഫണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം. അതിനോടുകൂടെ ആ ഫണ്ടിലേക്ക് ഈ വർഷം റെസിപ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിനോടുകൂടെ കൂട്ടി എഴുതണം. ദെൻ ആഡ് ഇൻകം ഏൺഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇത്തരത്തില് സ്പെഷ്യൽ പർപ്പസുകൾക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബാങ്കുകളിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ കമ്പനികളിലോ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷവും ആ ഇൻവെസ്റ്റ്മെന്റിന് ഇൻകം ലഭിക്കും. അങ്ങനെ ഇൻകം കിട്ടുകയാണെങ്കിൽ അത് സ്പെഷ്യൽ ഫണ്ടിനോട് കൂടെ കൂട്ടി എഴുതണം. ലെസ് എക്സ്പെൻസസ് പെയ്ഡ്. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ആ പർപ്പസിന് വേണ്ടി എക്സ്പെൻസുകൾ വരുമ്പോൾ ഈ ഫണ്ടിൽ നിന്നാണ് എക്സ്പെൻസ് കുറച്ച് എഴുതേണ്ടത്. അങ്ങനെ കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. സ്പെഷ്യൽ ഫണ്ടിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റെസിപ്റ്റുകളും ആ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അല്ല കാണിക്കേണ്ടത്. അത് ബാലൻസ് ഷീറ്റിൽ സ്പെഷ്യൽ ഫണ്ടിനോട് കൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി വരുന്ന പ്രധാനപ്പെട്ട ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എക്സാമ്പിൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. മെമ്പർമാരിൽ നിന്നും അടുത്ത വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഈ വർഷം തന്നെ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ലയബിലിറ്റി ആണ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അസറ്റുകൾ എന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് ഓർ അക്രൂഡ് ഇൻകം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്പർമാരിൽ നിന്ന് ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ടെങ്കിൽ അതൊരു അസറ്റാണ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറി. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. കൺസ്യൂമബിൾ ഐറ്റംസിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം കാണിക്കേണ്ടത്. അതിനോടുകൂടെ
ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ഈ വർഷം ഉപയോഗിച്ചത് അതിൽ നിന്ന് ലെസ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ക്ലോസിംഗ് സ്റ്റോക്കാണ് അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റുകൾ എഴുതുന്ന സമയത്ത് ആദ്യം ഫിക്സഡ് അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. ആ ഫിക്സഡ് അസറ്റ് ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിനോടുകൂടെ കൂട്ടി എഴുതണം. ദെൻ ഈ വർഷം ആ ഫിക്സഡ് അസറ്റ് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുക്ക് വാല്യൂ ആ ഓപ്പണിംഗ് ബാലൻസ് എന്ന് ലെസ് ചെയ്യണം. ദെൻ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. അങ്ങനെ നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി വരുന്ന പ്രധാനപ്പെട്ട അസറ്റുകൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് റെന്റ്, ദെൻ ഇൻവെസ്റ്റ്മെന്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെന്റ്സ്, ലൈബ്രറി ബുക്സ്. ഇങ്ങനെ ലയബിലിറ്റീസും അസറ്റ്സും എല്ലാം എഴുതി കഴിഞ്ഞാൽ ടോട്ടലിയും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് ടോട്ടൽ എമൗണ്ടുകളും ഈക്വൽ ആയിട്ട് വരും. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടെ ക്യാപിറ്റലൈസ് ചെയ്ത റെസിപ്റ്റുകളെല്ലാം കൂട്ടി എഴുതണം. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ പ്രത്യേകം കാണിക്കണം. ദെൻ അസറ്റുകൾ എഴുതുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസിനോട് കൂടെ പർച്ചേസസ് ആഡ് ചെയ്ത് സെയിൽസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് എഴുതി ഡിപ്രീസിയേഷനും കുറച്ച് ബാക്കി എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ ഓപ്പണിംഗ് ബാലൻസിനോട് കൂടെ അഡീഷണൽ പർച്ചേസസ് കൂട്ടി എഴുതി കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് സ്റ്റോക്ക് ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന ഒരു ഇലുസ്ട്രേഷൻ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ.